വിജയ നമസ്കാരം. നമസ്കാരം. വിജയ, അമേരിക്ക ഇറാന്റെ ഹോർമൂസ് കടലിടുക്ക് ഉപരോധിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വാർത്ത ചർച്ച ചെയ്തതാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം അതിനോടൊപ്പം തന്നെ വന്ന ഒരു വാർത്തയുണ്ട്. അതായത് ഇറാന്റെ സൗഹൃദ രാജ്യങ്ങൾ 5 രാജ്യങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 5 രാജ്യങ്ങൾക്ക് അതുവഴി കപ്പൽ കടന്നു പോകാം, അവരെ തുടരുത് എന്ന് അമേരിക്കയോട് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇന്ത്യയുടെ കപ്പൽ അതുവഴി കടന്നു പോകും എന്നുള്ളതാണ് നമുക്കറിയാവുന്ന കാര്യമെന്ന് പറയുന്നത്. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതെന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചഴയ്ക്കാനുള്ള ട്രംപിന്റെ ഒരു വലിയ ശ്രമമാണ് ഇന്ത്യൻ കപ്പലുകളും അതുവഴി കടത്തിവിടാതെ എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മുടെ മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ കൊടുത്ത വാർത്ത അനുസരിച്ച് ഇന്ത്യൻ കപ്പലുകൾ അതുവഴി കടന്നു പോകും, ഇറാൻ അതിന് സംരക്ഷണം ഒരുക്കും എന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തു വന്നിരുന്നത്. അത് പോരാഞ്ഞിട്ട് $2 മില്യൺ ടോള് കൊടുക്കാൻ ഇറാൻ നിശ്ചയിച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്ക് ആ ടോൾ ഇല്ല എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു റിപ്പോർട്ടും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അമേരിക്ക ഈ ഉപരോധം തുടങ്ങുന്ന ഈ ഒരു സാഹചര്യത്തിൽ ലോകം ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്തൊക്കെയാണ് അമേരിക്ക മുന്നിലേക്ക് വച്ചിരിക്കുന്ന നിബന്ധനകൾ? യഥാർത്ഥത്തിൽ അമേരിക്ക എല്ലാ കപ്പലിനെയും ഉപരോധിക്കുന്നുണ്ടോ? അതേ അമേരിക്ക അവരുടെ ഇറാനിലേക്ക് വ്യാപാര ബന്ധം നയിക്കുന്ന കപ്പലുകളെ മാത്രമാണോ ഉപരോധിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോ ഹോർമൂസ് കടലിടുക്ക് ഉപരോധിച്ചതിന്റെ ഭാഗമായിട്ട് ഇപ്പോ പാകിസ്ഥാൻ വീണ്ടും സമാധാന ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിക്കാൻ തയ്യാറാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുകയാണ്. വീണ്ടും ഒരു ചർച്ച കൂടെ വേണ്ടി വരുമെന്ന് പറയുന്നു. പോരാത്തതിന് ഈ ഇറാനുമായിട്ട് ട്രംപ് പറയുന്നത് 20 വർഷത്തേക്ക് അവർ ആണവായുധം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇറാൻ പറയുന്നത് 20 വർഷത്തേക്ക് ആണവായുധം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള നിബന്ധനകളൊന്നും നമ്മൾ അംഗീകരിക്കില്ല, വേണമെങ്കിൽ 5 വർഷത്തേക്ക് പരിമിതപ്പെടുത്താനായിട്ട് സാധിക്കും എന്നാണ് ഇറാൻ പറയുന്നത്. ഇപ്പോൾ ട്രംപ് വീണ്ടും സൈനിക വിന്യാസം നടത്താൻ പോകുന്നു എന്നുള്ളൊരു റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. വീണ്ടും ഈ യുദ്ധം പുനരാരംഭിക്കുകയാണോ? ഈ യുദ്ധം പുനരാരംഭിക്കുന്നു എന്നുള്ളതല്ല വാർത്ത. ഈ യുദ്ധം കൂടുതലിടങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഉപരോധം, നാവിക ഉപരോധം അമേരിക്ക ആരംഭിച്ചു. അതിന് അവർ പറഞ്ഞ ന്യായം, ഇറാൻ ഈ യുദ്ധത്തിനിടയിലും എണ്ണ വിറ്റ് അല്ലെങ്കിൽ പെട്രോകെമിക്സ് ഉൽപ്പന്നങ്ങൾ വിറ്റിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഈ പൈസ കൊണ്ടാണ് അവർ ഇത്രയും ദിവസം ഇത് പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ കച്ചവടം പൂട്ടിക്കുക, ഇവരെ സാമ്പത്തികമായി തകർക്കുക, അപ്പോഴത്തേക്ക് ഇവർ 10 മടക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതിന് അദ്ദേഹം പറയുന്ന സമാനമായ തിയറി, റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ നമ്മൾ തകർക്കാനായി ഉപയോഗിച്ച അതേ തന്ത്രമാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഹോർമൂസ് കടലിടുക്ക് ഞങ്ങൾ ഉപരോധിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് ഉപരോധിക്കും എന്ന് പറയുമ്പോൾ ട്രംപ് പറയുന്നു, ഇറാനിലേക്ക് ചരക്കെടുക്കാൻ പോകുന്നോ ഇറാനിലേക്ക് ചരക്ക് എത്തിക്കുന്നതുമായിട്ടുള്ള എല്ലാ കപ്പലുകളെയും തങ്ങൾ തടയും എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് പുറത്തു പോകുന്ന കപ്പലുകളെ തടയുമെന്നാണ് പറയുന്നത്. ഇതിനിടയിൽ വളരെ സന്തോഷകരമായ ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, ഖാർഗെ ദ്വീപ്, അതായത് അമേരിക്ക പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ ഖാർഗെ ദ്വീപിൽ നിന്ന് 2 എണ്ണ കപ്പലുകൾ ഇന്നലെ ഗുജറാത്തിന്റെ ഒഡീഷയുടെ തീരത്ത് എത്തിയിട്ടുണ്ട്. തുറമുഖങ്ങളിൽ ഡോക്ക് ചെയ്തിട്ടുണ്ട്. അവർ എണ്ണ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. വലിയ വാർത്തയാണ്. കാരണം കുറച്ച് ദിവസം മുമ്പ് ഇതേ 2 കപ്പലുകളെ ചൈനയിലേക്ക് നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞു വിട്ടിരുന്നു. ധനുഷ് അത് ഓർക്കുന്നുണ്ടാകും. ഇന്ത്യയിലേക്ക് വന്ന ഈ 2 കപ്പലുകൾ ചൈനയിലേക്ക് മടങ്ങിപ്പോയി. ആ കപ്പലുകൾ തന്നെയാണ് ഈ കപ്പലെന്നും പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിച്ചുകൊള്ളുന്നു. പിന്നെ ഇന്ത്യൻ റുപ്പീസിലാണ് ഇടപാടുകൾ നടന്നതെന്ന് അനൗദ്യോഗികമായൊരു വിവരവുമുണ്ട്. പക്ഷെ ഈ ഉപരോധം തുടങ്ങിയതിന് ശേഷം ചൈന അവരുടെ സ്റ്റാർ റിച്ച്റ്റി എന്ന് പറയുന്ന ഒരു എണ്ണ ടാങ്കർ ഹോർമൂസ് കടലിടുക്കിലേക്ക് കയറ്റി. അത് ഇന്നലെ ഒരു സംഘർഷത്തിന് കാരണമായിട്ടുണ്ട്. ആ കപ്പൽ ആദ്യം എത്തിയപ്പോൾ ഇതിനെ തടഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത് തടഞ്ഞതിന് ശേഷം ഈ കപ്പൽ പിൻവാങ്ങി വൈകുന്നേരത്തോടു കൂടി ഈ കപ്പൽ ഹോർമൂസ് കടക്കുകയായിരുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. ചൈനീസ് സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള ഒരു ചെറുകിട ടാങ്കറാണ്. റോയിട്ടേഴ്സ് ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ സ്റ്റാർ റിച്ച്റ്റി എന്ന് പറയുന്ന ഈ കപ്പൽ ഇറാന്റെ തുറമുഖത്തു നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി തന്നെ ചൈന കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കടുത്ത മുന്നറിയിപ്പാണ് അമേരിക്കയ്ക്ക് നൽകിയത്. ഞങ്ങളുടെ കഞ്ഞി പാറ്റയിടരുത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് തടസ്സം നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്കതിന് എതിരിടേണ്ടി വരും. കാരണം ഞങ്ങളും ഇറാനും തമ്മിൽ വ്യാപാര ബന്ധമുണ്ട്, കരാറുണ്ട്. അല്ലാതെ നിങ്ങളുടെ യുദ്ധവും ഞങ്ങളുടെ ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, അതിൽ ഇടപെടരുത് എന്ന് ചൈന പറഞ്ഞിട്ടുണ്ട്. കാരണം ചൈനയെ സംബന്ധിച്ച് ചൈനയുടെ 40% എണ്ണയും 30% ഗ്യാസും ഒക്കെ ഇറാനിൽ നിന്നാണ് വരുന്നത്. അത് മാത്രവുമല്ല, മിഡിൽ ഈസ്റ്റിൽ നിന്നും അവർക്ക് ഒരുപാട് എണ്ണയും ഗ്യാസും ഒക്കെ എത്തുന്നുണ്ട്. അപ്പൊ അവരുടെ ഒരു പ്രധാന ഊർജ്ജ സ്രോതസ്, ഇല്ലെങ്കിൽ ഇതിനാവശ്യമുള്ള എണ്ണയും കാര്യങ്ങളും ഒക്കെ വരുന്നത് ഇങ്ങോട്ടേക്കാണ്. പക്ഷെ ഈ യുദ്ധം വലിയ രീതിയിൽ തുടരും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ഒരു നീക്കത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇന്ത്യ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം പെട്രോളിനും ഡീസലും കയറ്റുമതി ചെയ്യുന്ന പെട്രോളിനും ഡീസലിനും നികുതി ഏർപ്പെടുത്തിയിരുന്നു, സെസ് ഏർപ്പെടുത്തി, എക്സ്ട്രാ സെസ്. നമ്മുടെ ദേശാഭിമാനി ആ വാർത്ത കൊടുത്തത് വിഷുവിന് കേന്ദ്ര സമ്മാനം പെട്രോളിനും ഡീസലിനും
സെസ് ഏർപ്പെടുത്തി കേന്ദ്രം എന്നുള്ളതാണ് കയറ്റുമതി. അവരുടെ വിവരദോഷിത്തരം എന്നുള്ളത് എന്ത് പറയാനാണെന്ന് പറയാൻ എനിക്ക് മനസ്സിലാകും. ഇത്രയും വലിയ വിവരദോഷത്തിനും ഉണ്ടോ? അവർക്ക് കാര്യം മനസ്സിലായിട്ടില്ല. അതായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ ഇത് കണക്ക് ഈ ഉള്ളിയുടെ വില നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് നരേന്ദ്രമോദി സർക്കാർ കയറിയതിനു ശേഷം ആദ്യം ചെയ്തത് ഈ ഉള്ളി വ്യവസായികളുണ്ട്, വലിയ ഉള്ളി വ്യവസായികൾ. ഇവർ ഈ കൃത്രിമമായിട്ട് ഈ നമ്മുടെ രാജ്യത്ത് ക്ഷാമം സൃഷ്ടിച്ചുകൊണ്ട് ഉള്ളി വില വർദ്ധിപ്പിക്കാനും ഈ ഭരണങ്ങളെ പോലും മറിച്ചിടാനും ഒക്കെ അത് ഉപയോഗിക്കാറുണ്ട്. അതിനവർ ചെയ്യുന്ന പണി ഈ ഉള്ളി വലിയ രീതിയിൽ വാങ്ങി സംഭരിച്ച് അത് പുറം രാജ്യങ്ങളെ കയറ്റി അയക്കുമായിരുന്നു. അപ്പോൾ നരേന്ദ്രമോദി സർക്കാർ ഇപ്പോഴില്ല, തുടക്കത്തിൽ അദ്ദേഹം ചെയ്തൊരു കാര്യം ഈ കയറ്റുമതി അങ്ങ് നിരോധിച്ചോളാം. ഉള്ളി കയറ്റുമതി ഇനി ആരും ചെയ്യണ്ട, പഞ്ചസാരയ്ക്കും പ്രശ്നം ഉണ്ടാകും, പഞ്ചസാര ഉള്ളി ആരും കയറ്റുമതി ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്ത് പറ്റി? ഗോഡൌണിലൊക്കെ പൂഴ്ത്തി വെച്ചിരുന്ന സാധനങ്ങളെല്ലാം കൂടെ മാർക്കറ്റിലേക്ക് വന്നു, വില കുറയുകയും ചെയ്തു. അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യത്തെ എണ്ണ കമ്പനികൾ, പ്രൈവറ്റ് സെക്ടറിലും അല്ലാതെയും ഒക്കെ വർക്ക് ചെയ്യുന്ന എണ്ണ കമ്പനികൾ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നത് നമ്മൾ ഈ ഉണ്ടാക്കുന്ന പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങൾ, പെട്രോളും ഡീസലും ഒക്കെ യൂറോപ്യൻ രാജ്യങ്ങൾക്കും മറ്റു രാജ്യങ്ങൾക്കും വിറ്റ് കൂടുതൽ പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് സംഭവിക്കുന്നത് വെച്ചാൽ യുദ്ധം വലിയ രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കരുതൽ ശേഖരം കുറയും. അതുകൊണ്ട് കൂടുതൽ ഇവർ കച്ചവടം ചെയ്യരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ഈ കയറ്റുമതി ചെയ്യുന്നവർക്ക് സെസ് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു, ഞങ്ങൾ ക്രൂഡ് ഓയിൽ എത്തിച്ചു തരാം, നിങ്ങൾ ഞങ്ങൾക്ക് പ്യൂരിഫൈ ചെയ്ത് അതൊന്ന് ഇത് ചെയ്ത് തന്നാൽ മതി. അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉള്ള റിഫൈനറി, ആകെ ഒരു റിഫൈനറി മാത്രമേ ബംഗ്ലാദേശുള്ളൂ, അതിനുള്ള ഇതില്ല, നിങ്ങൾ അത് ചെയ്ത് തന്നാൽ മതി, ഞങ്ങൾ റഷ്യന്നോ എവിടുന്നൊക്കെ എണ്ണ കൊണ്ട് തന്നേക്കാന്ന് പറഞ്ഞു. പക്ഷെ ഇന്ത്യ അതിന് ഒരു റിപ്ലൈ കൊടുത്തില്ല. കാരണം ഇപ്പോ ബംഗ്ലാദേശിന്റെ പൈസ ഒന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥ, ഈ അവസ്ഥയെ അവരെ നമ്മൾ കൊടുക്കുന്ന കറണ്ടിന്റെ പോലും പൈസ ഇതുവരെ തന്നിട്ടില്ല. അപ്പൊ പിന്നെ ഇനി ഇതുകൂടെ ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ, കാരണം റിഫൈനറികളെല്ലാം ഫുൾ ബിസിയാണ് ഇപ്പോൾ. കാരണം ഒരുപാട് രാജ്യങ്ങൾക്ക് നമ്മളാണ് ഇപ്പോൾ പെട്രോളും ഡീസലും ഒക്കെ കൊടുക്കുന്നത്, പെട്രോൾ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നതും ഒക്കെ നമ്മളാണ്. അപ്പൊ ഈ റിഫൈനറുകളെല്ലാം അത് റെഡി ക്യാഷ് കിട്ടുന്ന കോൺട്രാക്റ്റുകളാണെല്ലാം. അപ്പൊ അതുകൊണ്ട് എല്ലാ കമ്പനികളും ലാഭം കൊയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്കാണ് ഈ ബംഗ്ലാദേശ് വന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്നും പറഞ്ഞിട്ടില്ല, ഇന്ത്യ അതിന് റിപ്ലൈ കൊടുത്തിട്ടില്ല. അപ്പൊ ഈ സാഹചര്യത്തിൽ അത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് അപ്പം എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ആ നിലപാടെടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഒരുപക്ഷെ ഈ യുദ്ധം നീണ്ടുപോയേക്കാം. ആ സാഹചര്യത്തിൽ ഇന്ത്യയിൽ പെട്രോളിനും ഗ്യാസിനും ക്ഷാമം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം ഈ കിട്ടുന്നത് മുഴുവൻ കയറ്റി മറ്റു രാജ്യങ്ങളിലേക്ക് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പരിതാപകരമാകും. അപ്പം കയറ്റി അയക്കരുതെന്ന് പറയാൻ കഴിയില്ല. കാരണം കയറ്റി അയക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള കുഴപ്പം മറ്റു രാജ്യങ്ങൾക്ക് ബദലായിട്ടാകുമല്ലോ അത്. അതായത് മറ്റൊരു രാജ്യം നമ്മുടെ നിന്ന് പെട്രോളും ഡീസലും വാങ്ങുമ്പോൾ നമ്മൾ അവർക്ക് കയറ്റി അയക്കരുതെന്ന് പറഞ്ഞാൽ അത് അവരുമായിട്ടൊരു ശത്രുതയ്ക്കും അല്ലെങ്കിൽ അവർക്കൊരു തടസ്സം നിൽക്കുന്ന പോലെ ആയിപ്പോവും. അതിനേക്കാൾ നല്ലത് ഈ പറയുന്ന ഉൽപ്പന്നത്തിന് ഒരു 10 രൂപ സെസ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഒരു 5 രൂപ അല്ലെങ്കിൽ 1 രൂപ സെസ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ എന്തായാലും ആ നഷ്ടം സഹിച്ചുകൊണ്ട് അവൻ കയറ്റി അയക്കത്തില്ല. കയറ്റുമതി അപ്പൊ കുറയ്ക്കും. കാരണം മറ്റവരും ആ എമൗണ്ട് ഇവിടെ പേ ചെയ്യേണ്ടതായിട്ട് വരും. അതിനു വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. ഏതായാലും അപ്പൊ അതിനർത്ഥം യുദ്ധം ഉണ്ടാകും, രൂക്ഷമായ നിലയിൽ അത് യുദ്ധം മുമ്പോട്ട് പോകുമെന്ന് പറയുന്നു. ഇന്ത്യയുടെ ഷിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ചില മാധ്യമങ്ങൾ കൊടുത്തത് ഇന്ത്യയുടെ 2 ഷിപ്പുകൾ ഇറാന് ടോള് കൊടുത്തിട്ടാണ് ഇവിടെ എത്തിച്ചതെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇറാന്റെ സ്ഥാനപതിയുണ്ട്, നമ്മുടെ നയതന്ത്ര പ്രതിനിധി ഇന്ത്യയിലെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യം, ഇന്ത്യയുടെ ഞങ്ങൾ ടോള് വാങ്ങിയിട്ടുമില്ല, ഇനി ഒരിക്കലും വാങ്ങുകയുമില്ല. നിങ്ങൾക്ക് വേണം എവിടെ വേണം തിരക്കി നോക്കാം, ഇങ്ങനെ ഒരു വാർത്തയുണ്ടോ, ഇങ്ങനെ സംഭവം ശരിയാണോ എന്നുള്ളത്. ഇന്ന് ഇന്ത്യ 22,000 ടൺ മരുന്നുകളാണ് ഇന്ന് അടുത്ത കപ്പൽ ഇന്ത്യ പോയി വിട്ടുകഴിഞ്ഞു ഇറാനിലേക്ക്. ഇത് 3ാമത്തെ ഷിപ്പാ മരുന്നും മറ്റുള്ള സാമഗ്രികളുമായിട്ട് പോകുന്നത്. അപ്പൊ ഇന്ത്യയുമായി അടുത്ത സൗഹൃദം പുലർത്തുന്ന രാജ്യമാണ്. ഏതായാലും ഈ ട്രംപിനെ സംബന്ധിച്ച് ഇപ്പോൾ ട്രംപ് പറയുന്നത്, നിങ്ങൾ മിഡിൽ ഈസ്റ്റിൽ, അതായത് സൗദിയോ ഒമാനോ മറ്റേ കുവൈറ്റിൽ നിന്നും മറ്റെവിടുന്നെങ്കിലും ഒക്കെ എണ്ണ വാങ്ങുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്, ഇന്ത്യയും വാങ്ങുന്നുണ്ട്, സൗദിയിൽ നിന്നും UAE നിന്നും ഒക്കെ. അങ്ങനെയുള്ള രാജ്യങ്ങളുടെ ഷിപ്പുകൾ തടയില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ധനുഷേ, ഈ അങ്ങനെ തടയില്ലെന്ന് പറയുമ്പോഴും സംഘർഷത്തിന് അയവില്ല. സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലല്ലേ ഈ ഷിപ്പുകൾക്ക് വരാൻ കഴിയും. അപ്പൊ സംഘർഷത്തിന് അയവില്ല. ഏത് നിമിഷവും അടി പൊട്ടാം, അല്ലെങ്കിൽ ഏത് നിമിഷവും മിസൈൽ വീഴാം, അല്ലെങ്കിൽ ഏത് നിമിഷവും ബോംബ് പൊട്ടാമെന്നൊരു കണ്ടീഷനിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായി അവിടെ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകൾക്ക് അവിടെ കുടുങ്ങിക്കിടക്കേണ്ടതായി വരും. വേറെ കപ്പലുകൾക്ക് പോകാൻ കഴിയില്ല. അവിടെയാണ് ചൈനയെ പോലുള്ള രാജ്യങ്ങൾക്ക് അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. കാരണം അവരുടെ ഒരു വലിയ എണ്ണ സ്രോതസ്സാണ്. ചൈനയെ മാത്രമല്ല, ലോകത്തെ ഇന്ത്യ അടക്കം അത് ബാധിക്കുക തന്നെ ചെയ്യും. ഇതിനിടയിൽ വരുന്ന മറ്റൊരു വാർത്ത, ഇറാൻ അവരുടെ 5000-ഓളം ചാവേർ ബോട്ടുകൾ കടലിലിറക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് നമ്മൾ മുൻപ് ഒരു ചർച്ചയിൽ ഇവിടെ പറഞ്ഞിരുന്നു, അവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ, കടലിലെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ കപ്പലുകളല്ല, ചെറിയ ബോട്ടുകളാണ്. ആളില്ലാത്ത ചെറു ബോട്ടുകളുണ്ട് ഇവർക്ക്, സ്പീഡ് ബോട്ടുകൾ. ഈ ബോട്ടുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ റഡാറിന്റെ കണ്ണ് വെട്ടിച്ചിട്ട് ഈ മൈൻ പാകാനും ചെറിയ ചെറിയ ആക്രമണങ്ങൾ നടത്താനും കഴിയും. ഈ വെട്ടുകിളിയെ പോലെ വന്ന് ആക്രമിച്ചിട്ട് പോകുന്ന ഒരു രീതിയാണ്. ഒരു പക്ഷേ അമേരിക്കൻ സൈന്യത്തിൽ തലവേദനയായി ഇത് മാറും, അല്ലാതെ വലിയ ഡാമേജ് ഉണ്ടാക്കുമെന്നല്ല പറയുന്നത്. അവർക്ക് തലവേദന സൃഷ്ടിക്കാനും ഈ മൈനുകൾ പായുന്നതും ഒക്കെ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാനായിട്ട് ഇത് കഴിയും. അപ്പോൾ സ്വാഭാവികമായി തന്നെ ഒമാൻ കടലിൽ ഒമാന്റെ ആ തുറമുഖങ്ങൾ അടക്കം ആക്രമിക്കുമെന്നും ഇറാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഞങ്ങളുടെ കഞ്ഞുകൂടി മുട്ടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഗൾഫിൽ കിടക്കുന്ന എല്ലാ തുറമുഖങ്ങളും, കാരണം നമ്മൾ കണ്ടതാണ് ഈ പരിപാടി, റഷ്യയുടെ പല തുറമുഖങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തിയിരുന്നു. അതുമൂലം റഷ്യയിൽ നിന്ന് നമ്മളിപ്പോ എണ്ണ റഷ്യയുടെ നിന്ന് വാങ്ങുന്നത് കുറയ്ക്കുന്നതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. അത് ട്രംപിന്റെ ഉപരോധം മാത്രമായിരുന്നില്ല.
അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ മാത്രമായിരുന്നില്ല, പകരം ഈ തുറമുഖങ്ങൾ ചിലതൊക്കെ തകരാറിലായത് മൂലം അവിടെ നിന്ന് റഷ്യക്ക് എണ്ണ ഇങ്ങോട്ട് എത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. കപ്പലുകൾക്ക് അടുക്കാൻ ഒരു തുറമുഖം നേരെ ചൊവ്വേ ഉണ്ടാകണമല്ലോ. അപ്പൊ അതില്ലാത്ത സാഹചര്യം കൂടെ വന്നതുകൊണ്ടാണ് അതിന് സമാനമായ രീതിയിൽ ഞങ്ങൾ ആക്രമിക്കുന്നു ഇറാൻ പറഞ്ഞു കഴിയുകയും ചെയ്തിരിക്കുന്നു. പക്ഷെ ഇത് ലോകത്തെ മുഴുവൻ ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിക്കുക, ഒടുവിൽ ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് ഇടപെടുന്ന ഒരു രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ട്രംപ് ലക്ഷ്യം വെക്കുന്നത്. ഇന്നലെ ശ്രീമാൻ നരേന്ദ്രമോദി ഫ്രാൻസിന്റെ ഭരണാധികാരിയുമായി സംസാരിച്ചിട്ടുണ്ട് എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഫ്രാൻസും UK ഇപ്പോൾ ഇടപെടുന്നുണ്ട് യുദ്ധം അവസാനിപ്പിക്കുന്നത്. കാരണം അവർക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കുന്നത്. കാരണം ഡൊണാൾഡ് ട്രംപിനെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ അവർക്ക് ഒരു പക്ഷേ പറ്റുമായിരിക്കും. ഇന്ത്യ ഒരു സൈഡിൽ നിൽക്കുകയും ഇറാനെയും ഇസ്രായേലിനെയും UAEയും അടക്കം ഇന്ത്യയുടെ ഒരു സമന്വയത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ഇതിന്റെ ഒരു മെസ്സേജ് ആയിരിക്കണം ഒരുപക്ഷെ ഫ്രാൻസിന് കൈമാറിയത്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, പുള്ളിയെ പറഞ്ഞ് മനസ്സിലാക്കുകയുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു ട്രംപ് ഇപ്പോൾ ആ ലെവലൊക്കെ മാറി പുള്ളി ജീസസ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയൊക്കെയാണ് ഇന്നലെ പുള്ളി ഇട്ടത്. കാരണം ദൈവത്തിന്റെ ലെവലിലേക്ക് പുള്ളി അത് പണ്ടും പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് പുതുമയായിട്ടൊന്നും തോന്നിയില്ല. മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ ദൈവത്തിന്റെ നേരിട്ടുള്ള ആളാണ്, ഞാൻ ദൈവമാണെന്നൊക്കെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അപ്പൊ ആ നിലയിലേക്ക് നമ്മളിപ്പോ പലപ്പോഴും തമാശ രൂപത്തിൽ ഈ ചാനലിൽ ചർച്ചകളിടയ്ക്കൊക്കെ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, അന്തിക്രിസ്തു ആണ് ഈ മനുഷ്യൻ എന്ന് ഞാൻ പലപ്പോഴും ഈ ചർച്ചയ്ക്കിടയിൽ പറയുന്നതായിരിക്കും. പ്രേക്ഷകർക്കും ഓർമ്മയുണ്ടാകും, മനുഷ്യന് ഓർമ്മ കാണും. ഇപ്പോൾ വലിയ വിഭാഗം ആളുകളും അത് ഏറ്റുപിടിച്ചിട്ടുണ്ട്. അവരും പറയുന്നത് അന്ത്യക്രിസ്തു ഇത് തന്നെയാണ് ഉറപ്പായി. കാരണം ഈ അന്ത്യക്രിസ്തു അവസാന സമയത്ത് വന്ന് ഈ പോപ്പിന്റെ ആരാധന നടത്തുമെന്നാണ് ഇവരുടെ ഒരു വിശ്വാസമുള്ളത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ട്രംപ് അതിനും മടിക്കത്തില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുള്ളിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല അവിടെ പോയി ആരാധന നടത്തുക എന്നൊക്കെ ഉള്ള കാര്യം. ഇപ്പൊ തന്നെ പുള്ളി അതൊക്കെ മേലെ പോപ്പിനും മേൽ ആയിക്കഴിഞ്ഞു. കാരണം പോപ്പ് തന്നെ വിളിക്കുന്നത് ജീസസിനെയാണ്. ആ ജീസസ് തന്നെ ആയിക്കഴിഞ്ഞിരിക്കുന്നു ട്രംപ്. അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അപ്പൊ ട്രംപിന്റെ വിക്രികൾ ഇങ്ങനെ തുടരുന്ന സാഹചര്യത്തിൽ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ലോകം നീങ്ങാനുള്ളതുണ്ട്. പക്ഷെ ഇത് വേറൊന്നും കൊണ്ടല്ല, ഇത് അമേരിക്കയ്ക്ക് ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഓരോ രാജ്യങ്ങളായിട്ട് പതുക്കെ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങി തുടങ്ങി. ചൈന മുന്നറിയിപ്പ് നൽകി തുടങ്ങിയെന്ന് മാത്രമല്ല അവരുടെ ഷിപ്പുകൾ ഈ ഉപരോധം മറികടന്ന് എത്താൻ തുടങ്ങി. ഇതൊക്കെ വലിയ വലിയ സംഘർഷങ്ങൾക്ക് ആക്കം കൂട്ടും. അതുകൊണ്ട് ഈ അടുത്ത കാലത്തൊന്നും ഇത് തീരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഏതായാലും ഇനിയിപ്പോ പാകിസ്ഥാൻ വിളിക്കുന്ന ചർച്ചയ്ക്ക് ഇനി ഇറാൻ വരുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. അതിനു മുമ്പ് തന്നെ വലിയ രീതിയിലുള്ള അടിപൊട്ടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു.